വരൂ സാർ. സാർ, ഇതാണ് വഴി. അകത്തേക്കുള്ള വഴി ഇതാണ്. സേഡികളുടെ വഴി ഏതാണെന്ന് സേഡികൾക്കറിയാം. യെസ്. ഇവിടെ ഒരു ഭീകരാവസ്ഥയൊന്നും ഇല്ലെന്ന് ഐ ജി പ്രത്യേകം പറയാൻ പറഞ്ഞു. ഏതവസ്ഥയും ഞങ്ങൾക്കൊരുപോലെയാണെന്ന് അദ്ദേഹം അറിഞ്ഞു കാണില്ല. കള്ളക്കടത്തുകാർക്കെതിരെ നീങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഒന്നിനു പിറകെ മറ്റൊന്നായി കൊല്ലപ്പെടുന്നു എന്നുള്ള വാർത്ത കണ്ട് ഭയപ്പെടരുത് എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഭയപ്പെടാനോ? ഞങ്ങളോ? അപ്പൊ ഞങ്ങളുടെ പൂർവ്വചരിത്രമൊന്നും അദ്ദേഹം അറിഞ്ഞു കാണില്ല. തമിഴ്നാട്ടിലെ അധോലോകം നടുങ്ങിയ വാർത്തയൊന്നും ഇവിടുത്തെ പത്രങ്ങളിൽ വന്നിട്ടില്ലേ? അതൊക്കെ വന്നിട്ടുണ്ട് സാർ. എന്നിട്ടാണോ ഞങ്ങളോട് ഭയപ്പെടരുത് എന്ന് അദ്ദേഹം പറയുന്നത്? ആരെ ഭയപ്പെടാൻ? മദുരാശിയിലെ അനന്തൻ നമ്പ്യാരേക്കാൾ വലിയ ഭീകരനൊന്നും ഈ നഗരത്തിലുണ്ടെന്ന് തോന്നുന്നില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ കാലുകുത്തിയ ഇന്ന് ഈ നിമിഷം തന്നെ അവന്മാർ നെട്ടോട്ടം ഓടിത്തുടങ്ങും. കള്ളക്കടത്തുകാരും കൊലപാതകികളും ഇനി അവന്മാരുടെ തല പുറത്ത് കാണിക്കില്ല. ഞങ്ങൾ എത്രമാത്രം തന്ത്രശാലികളും സൂത്രശാലികളുമാണെന്ന് നിങ്ങൾക്കറിയില്ലായിരിക്കാം, പക്ഷെ അവർക്കറിയാം. ഞങ്ങൾക്കും അറിയാം സാർ. എങ്കിൽ ഇത്തരം ബാലിശമായ സംസാരം നിർത്തൂ ഇൻസ്പെക്ടർ. അനങ്ങിപ്പോകരുത്. എല്ലാവരും ഹാൻഡ്സം. സാർ, നിങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരായിരിക്കാം, പക്ഷെ ഈ പ്രശ്നത്തിൽ ഇടപെടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇയാളെ നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ നിർത്തിയാണ് സാർ. ഈ വീട് നിങ്ങൾക്ക് താമസിക്കാൻ. അപ്പൊ ഈ വീട്ടിലല്ലേ കൊല നടന്നിട്ടുള്ളത്? അല്ല. എങ്കിലാദ്യം ഞങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുപോകൂ. തുറക്കൂ. രണ്ട് നിലയുള്ള വീടാണല്ലേ? അതെ സാർ. പുറകുവശത്ത് വാതിലുണ്ടോ? ഉണ്ട് സാർ. ഈ വീടിന് എത്ര കൊല്ലത്തെ പഴക്കം കാണും? അത് കൃത്യമായി അറിയില്ല സാർ. അതറിയില്ലേ? അറിയണം. വീടിന്റെ പഴക്കവും കൊലയും തമ്മിൽ എന്താണ് ബന്ധം എന്നല്ലേ? അതിലൊക്കെ ചില കാര്യങ്ങളുണ്ട്. ഈ സംഭവം നടന്നത് എത്ര മണിക്കാണ്? രാത്രി ഒരു 11 കാണുമെന്നാണ് ഡോക്ടർമാരുടെ അഭിപ്രായം. അകത്ത് ബോഡി കിടന്ന സ്ഥലം മാർക്ക് ചെയ്തിട്ടുണ്ട് സാർ. കമാൺ. സാർ, ബോഡി കിടന്നിരുന്ന അകത്തെ മുറിയിലാണ്. യെസ്, ഐ നോ. കം ഓൺ. സാർ, അത് ബോഡി മാർക്ക് ചെയ്ത സ്ഥലമാണ്. ഇത് തലയല്ലേ? അല്ല സാർ, അത് കാലാണ്. ഇത് കൈ. ഇത് തല. മാർക്കിംഗ് ഒന്നും കറക്റ്റ് അല്ല. മാർക്കിംഗ് കറക്റ്റ് ആണ് സാർ. ആര് പറഞ്ഞു? അത് നിങ്ങളാണോ തീരുമാനിക്കാൻ? സാർ, അത്
കോൺസ്റ്റബിൾ ഡയറി എടുക്കൂ. ആ ടേപ്പും എടുക്കൂ കോൺസ്റ്റബിൾ. എന്നിട്ട് വാതിൽ നിന്ന് ഈ ബോഡി കിടന്ന ദൂരം അളക്കൂ. എത്രയുണ്ട്? ഒരു 3-3.5 അടി വരും. ഓ, ആ ഡയറിയിൽ രേഖപ്പെടുത്തു. കൊലപാതകയുടെ ഷർട്ടിൽ നിന്ന് അടർന്നു വീണ ഒരു ബട്ടൺ കിട്ടിയിട്ടുണ്ട് സർ. അതുകൊണ്ട് അതൊരു തുമ്പാണല്ലോ. അത് തുമ്പാണോ തുമ്പയാണോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും. ബട്ടൺ പോലും. ഒരേ തരത്തിലുള്ള എത്രയോ ലക്ഷം ബട്ടണുകൾ വിപണിയിൽ ഇറക്കുന്നുണ്ട്. ഈ ഒരു ബട്ടൺ നോക്കി കൊലയാളിയെ നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും മിസ്റ്റർ? ഫൂളിഷ്നെസ്. കോൺസ്റ്റബിൾ, തല മുതൽ കാല് വരെയുള്ള നീളം എത്രയാണെന്ന് അളക്കൂ. അതിനു മുമ്പ് ഒരു നിമിഷം ഒന്ന് വരും. ഓക്കെ, എക്സ്ക്യൂസ് മീ. എന്താ? മനുഷ്യനെ താഴ്ത്തിക്കെട്ടുന്ന സ്വഭാവം പണ്ടേ നിന്റെ രക്തത്തിലുള്ളതാണ്. കോൺസ്റ്റബിൾ എന്നുള്ള വിളി എനിക്ക് തീരെ പിടിക്കുന്നില്ല. തമിഴ്നാട് ക്രൈം ബ്രാഞ്ചിൽ നീ കോൺസ്റ്റബിളും ഞാൻ ഇൻസ്പെക്ടറുമാണ്. അവിടെ ഇവിടെ അത് കൊട്ടിഘോഷിക്കേണ്ട ആവശ്യമില്ല. ഉള്ള കാര്യം തുറന്ന് പറയുന്ന ആരെയും പേടിക്കണ്ട. നിന്റെ ഈ കോംപ്ലക്സ് മരിച്ചാലും മാറില്ലടാ. ബികോം ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായ ഞാനും പ്രീ ഡിഗ്രി തോറ്റ നീ ഒരിക്കലും തുല്യരാകില്ല. എടാ, CAD-യിൽ BCom CAD, പ്രീ ഡിഗ്രി CAD എന്നൊന്നുമില്ല. എല്ലാം CAD തന്നെ. ആവർത്തിച്ചാൽ ഞാൻ മഹാ തറയാകും. ഇനി എന്തോ തറയാകാൻ? നീ തറയാണ്. ഡ്യൂട്ടി ഫസ്റ്റ്. വാതിൽപ്പടിയിൽ കൊലപാതകയുടെ നിന്ന് സംശയിക്കുന്ന രക്തക്കറ ഉണ്ടായിരുന്നു. അത് മറ്റൊരു തുമ്പാണ് സാർ. രക്തം പരിശോധിക്കാൻ ഫോറൻസിക് ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. അയച്ചോളൂ. പക്ഷെ ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. തുമ്പുണ്ടാക്കാനും കേസ് തെളിയിക്കാനും ഞങ്ങൾക്ക് സ്റ്റേറ്റ് പോലീസിന്റെ സഹായം ആവശ്യമില്ല. നിങ്ങളെ കൊണ്ട് സാധിക്കാഞ്ഞിട്ടാണല്ലോ ഞങ്ങളെ വരുത്തിയത്. സാർ, ഞങ്ങളാൽ കഴിയുന്ന സഹായം. നോ, ഞങ്ങൾ ചില നിർദ്ദേശങ്ങൾ തരും, അതനുസരിച്ചാൽ മതി. ആദ്യമായിട്ട് മിസ്റ്റർ മരിച്ചാലിന്റെ പേരെന്താണ്? അശോക് വർമ്മ. അശോക് വർമ്മയ്ക്ക് മരിക്കുമ്പോൾ എത്ര തൂക്കം ഉണ്ടായിരുന്നു? വെയിറ്റ്? അത് ഒരു 70-72. ഊഹം പറ്റില്ല, കൃത്യമായ വെയിറ്റ് വേണം. എന്നിട്ട് അതേ വെയിറ്റിലുള്ള ഒരു ഡമ്മി ഉണ്ടാക്കണം. ആ ഡമ്മി ഞങ്ങൾ മുകളിൽ നിന്ന് താഴേക്കിടും. സാർ, കുത്തേറ്റാണ് വർമ്മ മരിച്ചത്. അപ്പൊ ഡമ്മി? അതൊന്നും നിങ്ങൾ അറിയണ്ട. എങ്ങനെ മരിച്ചാലും ഞങ്ങൾ ഡമ്മി ഇട്ട് നോക്കും. അതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ രീതി. ഡമ്മി ഒന്ന് പോരാ, 2 ആയിക്കോട്ടെ. അതെന്തിനാ? ഒന്ന് ചത്തയാൾ, മറ്റത് കൊന്നയാൾ. ഓ, അങ്ങനെ ആയിക്കോട്ടെ കോൺസ്റ്റബിൾ. സോറി, ശരി മിസ്റ്റർ വിജയൻ. യെസ്. പിന്നെ മരിച്ചാളിന്റെ കുറച്ച് ഫോട്ടോസ് വേണം. കൊന്നയാളുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ അത്. കൊലയാളി ആരാണെന്ന് അന്വേഷിക്കാനല്ലേ CID നമ്മൾ വന്നത്? അല്ല, ശരിയാണ്. പക്ഷെ ഫോട്ടോ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമുണ്ടല്ലോ. ഓക്കെ, തൽക്കാലം നമുക്ക് പോകാം. കമാൺ. മദിരാശിയിലെ എത്രയോ പ്രമാദമായ കേസുകൾ തെളിയിച്ചിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. കൊലപാതകി എത്ര സമർത്ഥരായാലും ഞങ്ങൾ അവനെ അകത്താക്കും. കൊലപാതകി കൂട്ടത്തിലോ മറ്റോ ഉണ്ടെങ്കിൽ മര്യാദക്ക് സ്വയം കീഴടങ്ങുന്നതാണ് നല്ലത്. ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് കളയാമെന്ന് ആരും മോഹിക്കണ്ട. സാർ, യെസ്. എനിക്ക് അനുഭവ സമ്പത്ത് കുറവാണ്. കുറച്ച് വേണോ? ഈ കേസിന്റെ സ്വഭാവം അനുസരിച്ച് ഇത്രയും പരസ്യമായൊരു അന്വേഷണം വേണം. ഞങ്ങളാണ് കേസ് അന്വേഷിക്കാൻ വന്നിരിക്കുന്നു എന്ന് കുറ്റവാളികൾ അറിയണം. ഒരു വിധപ്പെട്ടവനൊക്കെ അതോടെ കീഴടങ്ങും. എനിക്ക് തോന്നുന്നില്ല. നമുക്ക് കാണാം സാർ. കുറ്റവാളികൾ എത്രയും പെട്ടെന്ന് വലയിലാകുമെന്ന് അധികൃതരെ അറിയിച്ചേക്കൂ. മറ്റു കാര്യങ്ങൾ നമുക്ക് പിന്നീട് സംസാരിക്കാം. എന്റെ ഭാഗത്തുനിന്ന് ബുദ്ധിപരമായ സഹായമൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. വല്ല കാറോ ജീപ്പോ വേണമെങ്കിൽ അറിയിക്കാം. ധൈര്യമായിട്ട് പോകൂ. Come on. കൊല നടന്ന വീടായിരിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. ഞങ്ങൾ വന്നിറങ്ങിയ ഉടനെ ഞങ്ങളെ ആക്രമിക്കാൻ വന്ന ഭീകരനാണ് നിങ്ങളെന്ന് കരുതി. CID-കൾക്ക് ആരെയും എപ്പോഴും സംശയിച്ചേ പറ്റൂ. ഇത്രയും ക്രൂരമായിട്ട് എന്റെ ഭാര്യ പോലും എന്നെ തല്ലിയിട്ടില്ല. ഞാൻ എതിരാളികളോട് ഏറ്റുമുട്ടുമ്പോൾ എന്റെ ഓരോ ഇടിക്കും ഓരോ ക്വിന്റൽ വെയിറ്റ് കാണും. ഞാൻ കൂടി ഇടിച്ചിരുന്നെങ്കിൽ അത് 2 കിൻഡലായനെ. ഇപ്പൊ 3 കിൻഡലായി. എന്ത്? ഈ ഒരു കൈ. ഐ എം സോറി. സാരമില്ല, തല്ല് കിട്ടുന്നത് ഇതാദ്യമായിട്ടല്ല. പക്ഷെ എന്നെ തല്ലിയിട്ടുള്ളവർ മിക്കവരും
മരുന്ന് മേടിക്കാനാണെന്നും പറഞ്ഞ് എനിക്ക് ഒരുപാട് രൂപ തരാറുണ്ട്. രൂപ ഞാനും തരാം. നിങ്ങൾ കാരണം വന്നപ്പോൾ തന്നെ ഇടിയിലൊരു പ്രാക്ടീസ് കിട്ടിയല്ലോ. യെസ്. ആദ്യം ഒരു ചായ ഉണ്ടാക്കി കൊണ്ടുപോവാ. സാറിന് മനസാക്ഷി ഉണ്ടോ? കൂടുതലില്ല. തീരെയില്ല. ഇനി ഒരു 3 ദിവസത്തേക്ക് കൈ അനക്കാൻ ഒക്കൂ എന്ന് പറഞ്ഞ സിഐഡികൾക്ക് പട്ടിണി എടുക്കാൻ സാരമില്ല, പാവം പോയി റെസ്റ്റ് എടുക്കട്ടെ. നമുക്ക് ഇന്നത്തെ ഭക്ഷണം ഹോട്ടലിൽ നിന്നാകാം. അതെ. നല്ല കാച്ചാണല്ലോ. ഇന്ന് എന്തോ നല്ല വിശപ്പ്. അതൊരു പുതിയ സംഭവമല്ലല്ലോ. ഇതുപോലെ നല്ല ഫുഡ് ഉണ്ടാക്കാൻ നമ്മുടെ പുതിയ താമസ സ്ഥലത്ത് ആ കുക്കിനോട് നീ ഒന്ന് പറയണേ. മൂക്കുമുട്ട തിന്ന് കിടന്നുറങ്ങാൻ വന്നവരല്ല നമ്മൾ. ദാസ, നമ്മള് സൗകര്യം കിട്ടുമ്പോ തിന്നില്ലെങ്കിൽ ഒടുവിൽ ഡയബറ്റീസ് വരുമ്പോ ഖേദിക്കും. ഇങ്ങനെ കഴിച്ചാൽ അതിനു മുമ്പ് തന്നെ ഖേദിക്കാം. വേറെ ഫ്രൈഡ് റൈസ് എത്തിയില്ലല്ലോ. ഉടനെ എത്തിക്കാം സാർ. പെട്ടെന്ന് ആയിക്കോട്ടെ. ശരി. കാത്തു നിൽക്കുന്നതിൽ അർത്ഥമില്ല. ഇന്ന് രണ്ടിലൊന്ന് തീരുമാനിച്ചേ പറ്റൂ. എന്ന് വെച്ചാൽ ചിലപ്പോ ഞാൻ വെടിവെക്കും. അപ്പൊ ചത്തുപോയില്ലേ? കൊല്ലാതെ നിവൃത്തിയില്ലെന്ന് വന്നാൽ പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോ ഇപ്പൊ ചിരിക്കാനാ തോന്നുന്നത്. നമ്മുടെ ചോര കൊണ്ട് മാത്രം മദ്രാശിയിൽ എത്ര മൂട്ടകളാ ജീവിച്ചതല്ലേ. അതെ. പാൽക്കാര തെരുവിലെ കൊതുകൾക്കെല്ലാം ഉത്സവമല്ലായിരുന്നു. എല്ലാ നാണയത്തിനും 2 വശമുണ്ട് വിജയ. ഉണ്ടോ? പിന്നെ സുഖമുണ്ടോ ദുഃഖമുണ്ട്, കയറ്റമുണ്ടോ ഇറക്കമുണ്ട്, കണ്ണീരിന്റെ തൊട്ടടുത്ത് പുഞ്ചിരിയുണ്ട്. ഇപ്പോഴീ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ നമ്മൾ എന്തൊരു ബഹുമാന. സിഐഡി ജോലി ഒരു സുഖമുള്ള ഏർപ്പാട് തന്നെയല്ലേ. കേസുകളും തെളിയിക്കണം. അത് തെളിയിക്കാം. ഇന്നത്തെ നമ്മുടെ എല്ലാ നീക്കങ്ങളും വളരെ വളരെ കറക്റ്റ് ആയിരുന്നില്ലേ? നിന്റെ കുറെ വിഡ്ഢിത്തരങ്ങൾ ഒഴിച്ചാൽ എന്റെ ഭാഗം എല്ലാം കറക്റ്റ് ആയിരുന്നു. ഓഹോ. അപ്പൊ കൊലപാതകയെ കണ്ടുപിടിക്കാനുള്ള തുമ്പുകളൊക്കെ കിട്ടിയിട്ടുണ്ടോ ആവോ? സാറിന് വല്ല തുമ്പും കിട്ടിയിട്ടുണ്ടോ? കിട്ടിയെങ്കിൽ എനിക്കും കിട്ടി. യോ, ഇയാളല്ലേ അയാള് ആ പോയാള്. വാ, നമുക്ക് പിന്തുടരാം. വെറുതെ ഇരിക്കട്ടെ. രാത്രി നേരത്തെ പിന്തുടരൊന്നും വേണ്ട. സീഡികൾക്ക് രാത്രിയോ പകലോ എന്നൊന്നുമില്ല. എനിക്ക് ഉറങ്ങണം. ഏതാ ഉറങ്ങാൻ പോകുന്നവൻ അതറിയണ്ട. ഞാൻ അയാളെ പിന്തുടരാൻ പോവുകയാണ്. ഒരു 50 പൈസ. ഈ നേരത്തെ ആരാ പടക്കം പൊട്ടിക്കുന്നത്? വിഷു കഴിഞ്ഞില്ലേ? പടക്കോ? ദീപാവലി ആയിരിക്കും അല്ലേ? അതെ, ഒരു വെടിയുടെ ശബ്ദമായിരുന്നോ? നീ തോക്കെടുത്തോ? ഭക്ഷണം കഴിക്കാൻ പോകുമ്പോ ആരെങ്കിലും തോക്കെടുക്കുവോ? നമ്മളെ ആരോ വെടിവെച്ചതാ. ഇവിടെ കൂടെ
എന്താ എന്താ ബഹളം? സാർ ഇത് സിഐഡികളും കുറ്റവാളികളും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലാണ്. സിഐഡികള്? ഏത് സിഐഡികള്? സിഐഡികൾ ഞങ്ങൾ തന്നെ. ഓഹോ, ഇത് വളരെ മോശപ്പെട്ട ഒരു സ്ഥലമാ. ഇവിടെ നിൽക്കുന്ന അപകടമാ. വേഗം വണ്ടിയിലോട്ട് കയറിക്കോ. പോകാം. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച് സർ. എന്റെ കാറ് വന്നില്ലായിരുന്നെങ്കിൽ രണ്ടുപേരെ അവര് തല്ലിക്കൊന്നേനെ. ഇത്രയും പെട്ടെന്നൊരു ആക്രമണം ഞങ്ങളും പ്രതീക്ഷിച്ചില്ല. ഏതായാലും ഒരു നല്ല കാര്യം ചെയ്യാൻ കഴിഞ്ഞതിലുള്ള സംതൃപ്തിയുണ്ട്. അനാഥ മന്ദിരം കെട്ടുന്നതിനെ പറ്റിയുള്ള ചർച്ച തീരാൻ വൈകിയത് നിങ്ങളുടെ ഭാഗ്യം. അപ്പൊ സാറ് കോൺട്രാക്ടർ ആയിരിക്കും അല്ലേ? അയ്യോ, ഞാനൊരു പാവം. സമൂഹത്തിന് എന്തെങ്കിലും നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പാവം സാമൂഹ്യ പ്രവർത്തകൻ. ശരി. നിങ്ങൾ DYSPയുടെ കൊലപാതകം അന്വേഷിക്കാമെന്ന ഉദ്യോഗസ്ഥന്മാരാണല്ലേ? ആ കൊലപാതകം മാത്രമല്ല, ഞങ്ങൾക്ക് കംപ്ലീറ്റ് കള്ളക്കടത്തുകാരെയും വേരോടെ പിഴുതെറിയുകയും വേണം. നേര് പറഞ്ഞാൽ എനിക്ക് നിങ്ങളോട് സഹതാപമുണ്ട്. ഈ നഗരത്തിലെ കള്ളക്കടത്തുകാരെ ഒതുക്കാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥന്മാരെല്ലാം ദയനീയമായി കൊല്ലപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണോ ഈ അന്വേഷണം ഏറ്റെടുത്തിട്ടുള്ളത്? ഒരു കസ്റ്റംസ് ഓഫീസർ, DYSP റാങ്കിലുള്ള 2 പോലീസ് ഉദ്യോഗസ്ഥന്മാർ, അങ്ങനെ പലരും തട്ടിപ്പോയിട്ടുണ്ട്. ചെറുപ്പക്കാരായ നിങ്ങളോട് എനിക്ക് എന്തോ ഒരു പ്രത്യേക സ്നേഹം തോന്നുന്നു. ഈ അന്വേഷണത്തിൽ നിന്നും പിന്മാറുന്നതല്ലേ നല്ലത്? ഞങ്ങൾ ഭീരുക്കളല്ല സാർ. തീരെയല്ല സർ. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ വല്ലപ്പോഴും ഈ പാവപ്പെട്ടവനെ കാണണമെന്ന് തോന്നുമ്പോ ദാ ഇത് വെച്ചോളൂ. താങ്ക് യു സാർ. അപ്പോ ഞാൻ നിൽക്കട്ടെ. ആ. സോറി. സ്റ്റഡി. വിജയ, നീ ഉറങ്ങിയില്ലേ? എങ്ങനെ ഉറങ്ങും? നമ്മുടെ അന്ത്യം അടുത്തോ എന്നൊരു ഭീതി. നീയല്ലേ പറഞ്ഞത് CID ജോലി വളരെ സുഖമുള്ള ഏർപ്പാടാണെന്ന്? ഇത്രയും അപകടം പുറകിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞോ? സർക്കിള് പറഞ്ഞത് നേരാ. CIDകൾ ഒരിക്കലും പരസ്യമായ അന്വേഷണത്തിന് ഇറങ്ങരുത്. അക്കാര്യം ഞാനും ആലോചിക്കാതിരുന്നില്ല. റോഡിൽ വെച്ചൊരു തടിയനെ പിന്തുടരാമെന്ന് ഞാൻ പറഞ്ഞില്ലേ? അവനെ ഉടനെ കണ്ടുപിടിക്കണം. കൊല്ലുമെന്ന് റെസ്റ്റോറന്റ് വെച്ച് അവൻ പറയുന്ന ഞാൻ കേട്ടതാ. ഓഹോ, കൈവിട്ടുപോയി. കൈവിട്ടു പോട്ടെ, നമുക്ക് മദുരാശിയിലേക്ക് തിരിച്ചു പോവാം. അങ്ങനെ ഒളിച്ചോടാൻ തുടങ്ങിയാൽ എവിടം വരെ ഓടും? ഈ കേസ് അല്ലെങ്കിൽ മറ്റൊരു കേസ് അന്വേഷിച്ചല്ലേ പറ്റൂ. നമ്മുടെ ജോലി ഇതായി പോയില്ലേ? ഈ ജോലി തന്നെ വേണ്ടെന്ന് വെച്ചാലോ എന്നാ ഞാൻ ആലോചിക്കുന്നത്. വിജയ, നിന്റെ കരിനാക്ക് പുറത്തെടുക്കാതെ. പട്ടിണിയും പരിവട്ടവും ഒന്നും നിനക്ക് മതിയായില്ലേ? തെണ്ടി തെണ്ടി കൂമ്പ് കരിയാറായപ്പോ ഒരു ജോലി കിട്ടിയിട്ട് അത് വേണ്ടെന്ന് വെക്കാനോ? CIDകൾ വേഷം മാറി വേണം അന്വേഷണം നടത്തേണ്ടത് എന്ന തത്വം ഞാൻ മനസ്സിലാക്കുന്നു. ആ തടിയൻ തന്നെയാണ് നേതാവ്. അവനെ പറ്റിയുള്ള എല്ലാ രഹസ്യങ്ങളും നമുക്കറിയണം. നമുക്ക് വേഷപ്രച്ഛന്നരാകാം. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ വേഷപ്രച്ഛന്ന മത്സരത്തിന് എനിക്ക് 1ാം സമ്മാനം കിട്ടിയിട്ടുണ്ട്. എന്നാ പേടിക്കാനേ ഇല്ല. നമുക്ക് മതം മാറാം. അയ്യോ, എന്തിന്? താടിയും തുപ്പിയും വെച്ച് കുട നന്നാക്കുന്ന മുസ്ലിങ്ങളാകാം. കുട നന്നാക്കാനുണ്ടോ എന്നൊന്ന് വിളിച്ചേ. കുട നന്നാക്കാനുണ്ടോ? കുട നന്നാക്കാനുണ്ടോ? കുട നന്നാക്കാനുണ്ടോ? കുട നന്നാക്കാനുണ്ടോ? കുട നന്നാക്കാനുണ്ടോ? കുട നന്നാക്കാനുണ്ടോ? കുട നന്നാക്കാനുണ്ട്. എന്താ കേറണോ? പിന്നെ കേറാതെ. തടിയനില്ലാത്ത സ്ഥലമാണെങ്കിൽ വെറുതെ സമയം കളയലാവില്ലേ? നമുക്ക് തടിയനെ പറ്റി ആ തള്ളിയോട് വിശദമായൊന്ന് അന്വേഷിച്ച് നോക്കാലോ. കുട നന്നാക്കേണ്ടി വന്നാൽ നന്നാക്കന്നെ. നീ നന്നാക്കൂ. ഇതൊക്കെ നിന്റെ ഐഡിയ അല്ലേ? നീ ഒന്ന് നന്നാക്കി നോക്ക്. തയ്ക്കാനെ പറ്റാണെങ്കിൽ പ്രശ്നമില്ല.
ഇങ്ങടിക്കി. നാട്ടിലില്ലാത്ത കൂലിയൊന്നും ചോദിക്കരുത്. കൂലി പ്രശ്നമല്ല, നിങ്ങൾ കുടയും കിടക്കി. കൊടുത്ത വക്കാണത്തിനൊന്നും വയ്യ പറഞ്ഞേക്കാം. ഇത്തിരി പണിയേ ഉള്ളൂ. ഒന്ന് രണ്ടിടത്ത് തയ്ക്കണം, ചക്കു മാറ്റണം, കുതിരി ഒന്ന് ഒടിഞ്ഞിരിക്കുക, പിന്നെ ഈ തുണി ഇളയപ്പോഴൊന്ന് ശരിയാക്കണം, പിടി ഉറപ്പിക്കണം. അങ്ങനെ പണി വളരെ കുറച്ചേ ഉള്ളൂ. കൂലി പറ. കൂലി പറയാൻ നിങ്ങൾ കുടവരി. നല്ല തടിയും വണ്ണം ഉള്ള ഒരുത്തനെ കണ്ടിട്ടുണ്ടാ താടി വെച്ച? എന്തിനാ? നമുക്ക് വെറുതെ ഒന്ന് കാണാനെ കൊണ്ട്. തടിയും വണ്ണമുള്ള ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. ഒരാളെ പറയും. ആദ്യം കൂലി പറ. ആദ്യം നിങ്ങൾ ഇത് പറയും. ആദ്യം കൂലി പറയാൻ. നിങ്ങൾ എന്ത് തരുമോ അത് പറയും. 50 പൈസയുടെ പണിയേ ഉള്ളൂ. 75 പൈസ തരാം. സമ്മതിച്ചിരിക്കണം കുടവരി. മൊയ്തീനെ, ഇതങ്ങ് നന്നാക്കി കൊടുക്കി. കാതലെ നിങ്ങൾ നന്നാക്കിക്കൊള്ളി. നമ്മള് സഹായിക്കാൻ മൊയ്തീനെ, നിങ്ങൾ നന്നാക്കി കൊടുക്കി. നിങ്ങൾ നന്നാക്കിക്കൊള്ളി. നമ്മൾ കോൺസ്റ്റബിളിലെ നിങ്ങളല്ലേ ആഫീസർ, ഇതങ്ങ് നന്നാക്കി കൊടുക്കി. അതിപ്പോ നോക്കണ്ട, നിങ്ങൾ നന്നാക്കണോ? ഇതിന്റെ പിടി പോയല്ല. പിടി ഉറപ്പിക്കണം. ഇത് ഭാഗമാണ്. കമ്പിയൊക്കെ പിടിച്ചാലേ ഇങ്ങോട്ട് പിടിക്കി. തുണി കയറിക്കോട്ടെ, കുഴപ്പമില്ല. എന്തോന്നാ ഇത്? ഞങ്ങള് കൊട നന്നാക്കാൻ നടക്കുന്ന 2 മുസ്ലിം സഹോദരങ്ങളാണ്. അതുകൊണ്ട് നമ്മള് കുട നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊരുത്തന്റെ താടി ഇളകി. ആ, ഏതോ കള്ളന്മാരാണെന്ന് തോന്നുന്നേ. ഇങ്ങനെ പല വേഷത്തിലും പകൽ വന്ന് സ്ഥലമൊക്കെ കണ്ടുവയ്ക്കും, എന്നിട്ട് രാത്രി കക്കാനിറങ്ങും. അയ്യോ എന്റെ ഈശ്വര! ഓടി വരണേ, ഞങ്ങളുടെ വീട്ടിൽ കള്ളം കയറി. ഒന്ന് ഓടി വാ ചാച്ചി, ഒന്ന് ഓടി വാ. വീടിന്റെ അകത്ത് കള്ളം കയറിയാ? നോക്കാം, വാ. ഓടി വാ. അയ്യോ കള്ളന്മാർ പരിക്ക് അകത്തോട്ട് കയറുന്നു. ഓടി വാ, ഓടി തമിഴ്നാടു സേഡി മിസ്റ്റർ രാംദാസ് ഹിയർ. യെസ്. ഓ, ഇൻസ്പെക്ടറോ? തകൃതിയായി മുന്നോട്ട് പോകുന്നു. ഞങ്ങൾ ഇന്ന് വിജയകരമായ ഒരു വേഷം മാറ്റം നടത്തി. ചിലരെയൊക്കെ സംശയമുണ്ട്. അതൊന്നും പറയാറായിട്ടില്ല. ഇതെന്തൊരു ശല്യമാണ്. സമയമാവുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വിളിക്കാം. ഓക്കെ ഓക്കെ. ആ സർക്കിൾ ഇൻസ്പെക്ടർ ഒരു വല്ലാത്ത ശല്യക്കാരനാണ്. ആകാംക്ഷയാണ്. നമ്മളിവിടെ അത്ഭുതം കാണിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. വിജയ, വേറെ ഒരു നല്ല വേഷം പറ. ആ തടിയനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. അമ്മിക്കുത്തുകാരായി ഇറങ്ങിയാലോ? അറിയാത്ത പണി ചെയ്യുന്നവരായിട്ടുള്ള നടപ്പിനി വേണ്ട. നിനക്കറിയാവുന്ന പണി മറ്റുള്ളവരെ പറ്റിക്കലും മൂക്കമുട്ട തിന്നുപിടിക്കലും അല്ലേ? ആണോ? എന്നാ നീ തനിച്ചങ്ങ് വേഷം മാറും. അങ്ങനെ തടിക്കാനല്ല തമിഴ്നാട് ഗവൺമെന്റ് നിനക്ക് ശമ്പളം തരുന്നത്. നീ നേതാവും ഞാൻ ശിഷ്യനുമാണെന്നാണ് നിന്റെ ഭാവം. എന്റെ ഒരു ഐഡിയ എന്നെങ്കിലും നീ ഒന്ന് പരിഗണിച്ചിട്ടുണ്ടോ? വല്ല ഐഡിയയും നീ ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? ഞാനെന്നാൽ ഒരു ഐഡിയ പറയട്ടെ. നമുക്ക് കപ്പട മീശയും തലയിലൊരു കെട്ടുമൊക്കെ ആയിട്ട് പക്ഷിശാസ്ത്രക്കാരാകാം. എവിടെയും കേറിച്ചെല്ലാം, എന്തു നുണയും പറയാം. പക്ഷിശാസ്ത്രം ആകുമ്പോ ഈ തത്തയെ കൊണ്ട് കാർഡെടുപ്പിക്കണ്ടേ? അത് വളരെ എളുപ്പമല്ലേ. ചിറക് മുറിച്ച തത്തയായിരിക്കും. നമ്മൾ തത്തയെ കൂടിന്റെ പുറത്തേക്ക് ഇറക്കി വിടണം. എന്നിട്ട് കൂടിന്റെ ഒരു വശത്ത് ടിക് 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 എന്ന് പതുക്കെ മുട്ടണം. മുട്ടൽ എപ്പ നിർത്തുന്നോ തത്ത ഉടൻ കാർഡെടുക്കും. ഈ വിദ്യ നീ എങ്ങനെ പഠിച്ചു? ദാസ, നീ വിചാരിക്കുന്നത് പോലെ ഞാൻ ചുമ്മാ CID ഒന്നും അല്ല. ഇതുപോലെ 100 കണക്കിന് ഐഡിയാസ് ഇനിയും വേണേ പറഞ്ഞുതരാം. ആദ്യം ഇത് വിജയകരമാകുമെന്ന് നോക്കട്ടെ. നോക്കാനൊന്നുമില്ല, വിജയം സുനിശ്ചിതം. ഗെറ്റ് റെഡി CID മിസ്റ്റർ ദാസൻ. ഓക്കെ, ശരി മിസ്റ്റർ വിജയൻ. റെഡി. CID പണി ഒന്നുകിൽ ആ പിശാചിന്റെ പേരറിയണം, അല്ലെങ്കിൽ അവൻ ഏത് ഏറിയല്ല താമസിക്കുന്നതെന്ന് അറിയണം. ഇതൊന്നുമില്ലാതെ കഷണ്ടി ഉണ്ട് കുഷണ്ടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എവിടെ ചെന്ന് അന്വേഷിക്കാൻ? ഈ പണ്ടാരത്തിനാണെങ്കിൽ മുടിഞ്ഞ വേറ്റു. പക്ഷിശാസ്ത്രക്കാരുടെ വേഷത്തിൽ നടന്ന എന്നെ പിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് കള്ളന്മാര് നേരിട്ട് ഹാജരാവുമെന്ന് നീ അല്ലടാ പറഞ്ഞത്? ഏതായാലും നിന്റെ കുടതന്നാക്കൽ പരിപാടി പോലെ നാറിയില്ല.
അന്ന് തടികേടാവാഞ്ഞത് എന്റെ അപ്പനപ്പന്മാരുടെ അനുഗ്രഹം കൊണ്ടാ. CID പണിയാകുമ്പോ ചിലപ്പോ തടി കേടായെന്നിരിക്കും. ഇഷ്ടമില്ലെങ്കിൽ ഈ കുപ്പായം ഊരി വെച്ചിട്ട് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇറങ്ങിപ്പോയ്ക്കോ. ഇഷ്ടമില്ലെന്ന് ആര് പറഞ്ഞു? ഞാൻ തനിച്ചായിരുന്നെങ്കിൽ ഈ കേസൊക്കെ പുല്ല് പോലെ കണ്ടുപിടിച്ചേനെ. ഒരു കാര്യം ചെയ്യാം, ഇനി അങ്ങോട്ട് നീ നിന്റെ വഴിക്ക് അന്വേഷിച്ചോളൂ, ഞാൻ എന്റെ വഴിക്ക് അന്വേഷിച്ചോളാം. ആയിക്കോട്ടെ, എനിക്കൊരു പരാതിയുമില്ല. പക്ഷെ അതിനു മുമ്പ് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. നമ്മൾ ആ തടിയനെ ആദ്യമായിട്ട് കണ്ടത് എവിടെ വെച്ചാണ്? റെസ്റ്റോറന്റ് വെച്ച്. ആണല്ലോ. നമ്മൾ ഇവിടെ ഇത്രയും അഭ്യാസങ്ങൾ കാണിച്ചു. ആ റെസ്റ്റോറന്റിൽ ഒന്ന് പോയി നോക്കാനുള്ള ബുദ്ധി നിനക്കുണ്ടായോ ഇതുവരെ? യെസ്. ഇല്ല. എന്നാ ആ ബുദ്ധി എനിക്കിപ്പോ ഉണ്ടായി. നമ്മൾ എത്രയും പെട്ടെന്ന് ആ റെസ്റ്റോറന്റിലേക്ക് നീങ്ങുന്നു. ഒരു ടാക്സി വിളിക്ക്. നിന്റെ ബുദ്ധിയില്ലായ്മ നീ ഒരിക്കൽ കൂടെ തെളിയിച്ചിരിക്കുന്നു. എടാ, ഇന്ന് വരെ പക്ഷിശാസ്ത്രക്കാര് ടാക്സി സഞ്ചരിക്കുന്ന നീ കണ്ടിട്ടുണ്ടോ? ഇല്ല. യെസ്. വാ, നമുക്ക് ബസ്സിൽ പോകാം. അതെ, നിങ്ങൾ തന്നെയാ ഇന്നാളെ രണ്ടുപേരും കൂടെ കൊടവന്നാക്കാനാണെന്ന് പറഞ്ഞ് എന്റെ വീട്ടിൽ വന്നില്ലേ? അപ്പൊ താടിയും തൊപ്പിയായിരുന്നു. ഇത് കള്ളമീശ കേട്ടോ. എവിടെ? സാർ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. മനസ്സിലാവില്ല? CIDകളുടെ കഷ്ടപ്പാടുകളെ കുറിച്ച് നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. ബസ് സ്റ്റോപ്പിൽ വെച്ച് നാട്ടുകാർ തന്നത് പോരാഞ്ഞ് ഇദ്ദേഹം ഞങ്ങൾക്ക് പെരുമാറി. നോക്കണം സാർ, നോക്കണം സാർ. ഇവർ തമിഴ്നാട്ടിൽ നിന്ന് കേസന്വേഷിക്കാൻ വന്നവരാണ്. 1000 പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞു തമിഴ്നാട്. ഐ എം സോറി സാർ. CIDകളുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തി ഇവരെയൊക്കെ പിടിച്ച് അകത്തിട്ട് 4 പൊട്ടിക്കണം ആദ്യം. അത് പിന്നെ വീട്ടിൽ വന്നപ്പോ മുസ്ലിം വേഷം, ബസ് സ്റ്റാൻഡിൽ പക്ഷിശാസ്ത്രം. ആരായാലും സംശയിച്ചു പോയില്ലേ സാർ? ഓക്കെ, നിങ്ങൾക്ക് പോവാം. പക്ഷെ ആളുകളെ ദേഹോപദ്രവം ചെയ്യാൻ നിങ്ങൾക്ക് അധികാരമില്ല. അതിനാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. പോണം. സാർ, എന്തൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടുന്നത്? മുസ്ലിം വേഷം, പക്ഷിശാസ്ത്രം. എന്താ കുഴപ്പം? ഞങ്ങൾ കേസ് തെളിയിച്ചാൽ സ്റ്റേറ്റ് പോലീസിന് ഇഷ്ടമാവില്ലെന്ന് ഞങ്ങൾക്കറിയാം. തമിഴ്നാട്ടിൽ കേസില്ലാഞ്ഞിട്ടല്ല, കെഞ്ചിയിട്ടാ ഞങ്ങൾ ഇവിടെ വന്നത്. വിരോധമുണ്ട്, ഞങ്ങൾ ഉടനെ വിട്ടേക്കണം. എനിക്കൊരു വിരോധമില്ല. കൊലപാതകയുടെ രക്തം പരിശോധിച്ചിട്ട് എന്തായി? ഒരു വിവരം അറിഞ്ഞില്ലല്ലോ. അതൊന്നും വേണ്ടെന്നല്ലേ അന്ന് പറഞ്ഞത്? ഞങ്ങൾ അങ്ങനെ പറഞ്ഞാലും നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യണം. ഞങ്ങൾക്ക് അതിന്റെ റിസൾട്ട് ഉടൻ വേണം. ഒരു ഡമ്മി ശരിയാക്കാൻ പോലും വയ്യാത്ത നിങ്ങളെയൊക്കെ. കമോൺ സാർ, എന്റെ ജീപ്പിൽ പോവാം. എന്താ? ജീപ്പിൽ പോവാം. സ്റ്റേറ്റ് പോലീസിന്റെ സഹായം ഞങ്ങൾക്ക് ആവശ്യമില്ല. യെസ്. കുട നന്നാക്കാൻ പോയപ്പം തല്ലിന്റെ ഒരു ചുറ്റുപാട് ഒത്തു വന്നു എന്നേ ഉള്ളൂ. പക്ഷിശാസ്ത്രത്തിൽ അത് യാഥാർത്ഥ്യമായി പരിണമിച്ചു. ഇനി ഇതുപോലെ നല്ല ഐഡിയാസ് ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം. തല്ലിന്റെ ഇടയിൽ ആ തത്തയും കൂടും പോയി. ഇല്ലെങ്കിൽ നിനക്കതൊരു തൊഴിലായന്. നല്ല ചേർച്ചയായിരുന്ന വേഷം. എന്തുവാ നോക്കുന്ന?
പെണ്ണായിപ്പോയി, എന്റെ കൈ തരിക്കുന്നു. ആ കുട്ടി അറിഞ്ഞോ നമ്മൾ സി ഐ ഡികളാണെന്ന്? സത്യം അങ്ങ് തുറന്നു പറഞ്ഞ പോരായിരുന്നു, ഇത്രയും കുഴപ്പങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. വേഷം മാറി നടക്കുന്ന സി ഐ ഡികളെ ഞാൻ സിനിമയിലേ അതെ. കണ്ടിട്ടുള്ളൂ. ഞങ്ങളിങ്ങനെ പല പല വേഷങ്ങളിൽ നടന്നിട്ടാണ് ഭയങ്കരമായ പല കേസുകളും കണ്ടുപിടിക്കുന്നത്. കുട ചേത്തിയാക്കിയതിൽ ദേഷ്യം തോന്നരുത്. അതായിപ്പോ വലിയ കാര്യം, മനുഷ്യന്റെ എല്ല് വെള്ളായി. സോറി. ഏയ് സാരമില്ല. കുട്ടിയുടെ ബസ് വന്നില്ലേ? ബസ്സൊക്കെ പോയി. എന്തായാലും ഇന്നിന് നേരത്തിനെത്താൻ ഒക്കില്ല, അതുകൊണ്ട് തിരിച്ചു പോവാ. ഓ, എവിടെ വർക്ക് ചെയ്യുന്നു? അങ്ങനെ വലിയ വർക്കൊന്നുമില്ല, ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ സെയിൽസ് ഗേൾ ആണ്. എന്താ പേര്? ശോഭ. ഞാൻ രാംദാസ്. ആ, ദാസ, നമ്മുടെ ജോലി കേസന്വേഷണമാണ്. യെസ്. എവിടെയാണ് ഈ ടെക്സ്റ്റൈൽ ഷോപ്പ്? ആകാശത്തില്. ഞങ്ങൾ കേസ് അന്വേഷണത്തിന് പോകുമ്പോ മെയിൻ ഓഫീസേഴ്സിന്റെ കൂടെ കോൺസ്റ്റബിൾ കാണും, കാര്യങ്ങളൊക്കെ നോക്കാൻ. ഞാൻ ബികോം ഫസ്റ്റ് ക്ലാസ് ആണ്. ഈ പാവത്തിന് കോളേജിൽ പോകാനുള്ള ചുറ്റുപാടൊന്നും ഇല്ലാത്തതുകൊണ്ട് കോൺസ്റ്റബിൾ ആയിപ്പോയി. ഉന്തുവണ്ടിയിൽ കായികറി വിൽപ്പനയായിരുന്നു ഇവന് മദ്രാസിൽ പണി. അതെ അതെ, ഞാൻ ഓർക്കുന്നു. ഒരു കേസ് അന്വേഷണത്തിന് വേണ്ടി ഒരിക്കൽ എനിക്ക് അങ്ങനെ വേഷം കെട്ടേണ്ടി വന്നു. അല്ലേലും ജാത്യാലുള്ളത് തൂത്താ പോകൂലടാ. മൂപ്പര് വലിയ ചുണ്ടിക്കാനാണെന്ന് തോന്നുന്നു. ഹേയ്, അങ്ങനൊന്നുമില്ല. പുള്ളിക്ക് ഈ ഓഫീസർ കോൺസ്റ്റബിൾ കോംപ്ലക്സ് അങ്ങനെ ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുന്നു. പിന്നെ കാണാം. ഓക്കെ. CID ആയപ്പോഴെങ്കിലും നിന്റെ സാംസ്കാരിക നിലവാരം സ്വല്പമെങ്കിലും ഉയരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ഉന്തുവണ്ടിയുടെ കാര്യം ഇനി ആരോടെങ്കിലും മിണ്ടിയാൽ നിന്റെ മോന്തക്കെട്ട് കുത്തുവെച്ചേരും ഞാൻ. എടാ, നീ PCOM ഫസ്റ്റ് ക്ലാസ് പറയാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയല്ലോ. മനുഷ്യന്റെ തൊലി ഉരിയ. ഉരിയട്ടടാ, അസൂയത്തുലിയാ ഉരിയുന്നത്. എടാ, ഒരു ബികോം ഫസ്റ്റ് ക്ലാസ് നിനക്ക് സ്വപ്നം കാണാൻ പറ്റൂ? എനിക്ക് കിട്ടുന്ന മെഡലിന്റെ പങ്ക് പറ്റാൻ നടക്കുന്ന വിട്ട് CID-യിലടാ നീ നീ. പോട കള്ള CID.